ഞാൻ ആസ്ട്രോളജർ ഗണപതി നിലയം മോഹൻദാസ്. ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്നത് രോഹിണി നക്ഷത്രത്തെക്കുറിച്ചാണ്. രോഹിണി നക്ഷത്രം നമുക്കറിയാം, എല്ലാവരുമായിട്ടും വളരെ സൗഹാർദ്ദമായിട്ട് ഒക്കെ ജീവിക്കുന്ന ആൾക്കാരും ഒത്തിരി സ്നേഹങ്ങളൊക്കെ മനസ്സിലുള്ള ആൾക്കാരും സാമൂഹ്യ പ്രവർത്തനത്തിലാണെങ്കിലും സ്വന്തം കുടുംബത്തിൻ്റെ പ്രശ്നത്തിലാണെങ്കിലും സുഹൃത്തുക്കളുടെ പ്രശ്നത്തിലാണെങ്കിലും എല്ലാവരുടെ കൂടെയും വളരെ ഊഷ്മളമായിട്ട് പെരുമാറുന്ന നല്ല ബുദ്ധിയും വിവേകമുള്ള സൽസ്വഭാവികളായിട്ട് ആൾക്കാരാണ് രോഹിണി നക്ഷത്രക്കാർ. അവർ കഴിഞ്ഞ കാലങ്ങളിൽ 2025 കാലം മുതൽ തുടങ്ങിയ ഈ കാലഘട്ടങ്ങളിൽ ഒരുവിധം നന്നായിട്ട് ജീവിച്ച് പോരുന്നൊരു വിഭാഗക്കാരാണ്, ഇടവക്കൂറുകാരാണ്. വ്യാഴത്തിനെ കൊണ്ടോ ശനിയെ കൊണ്ടോ ഒന്നും യാതൊരു ബുദ്ധിമുട്ടില്ലാതെ തങ്ങൾക്കിപ്പോൾ നിലവിലുള്ള ദശാകാലങ്ങളുടെ അനുസരിച്ചുള്ള ഭോഗഭാഗ്യങ്ങളെ വേണ്ടതിൻവണ്ണം അനുഭവിച്ചു പോകുന്നവരാണ് രോഹിണി നക്ഷത്രക്കാർ. ഇഷ്ടം പോലെ സുഹൃത്തുക്കളും സാമ്പത്തികപരമായിട്ടുള്ള ലാഭങ്ങളും സമാധാനപരമായിട്ടുള്ള കുടുംബങ്ങളൊക്കെ ആയിട്ട് കഴിഞ്ഞു പോരുകയായിരുന്നു അവർ. ഈ 2026 ജൂൺ 2 നടക്കുന്ന വ്യാഴത്തിൻ്റെ ഈ മാറ്റം അവരുടെ ജീവിതത്തിൽ ചുരുക്കം ചില വിഷമതകൾ സൃഷ്ടിക്കുന്നു എന്ന് പറയാനാണ് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞു വന്നത്. സ്വാഭാവികമായിട്ട് രണ്ടാമത്തെ വ്യാഴം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. ശനിയുടേതായിട്ടുള്ള യാതൊരു കുഴപ്പങ്ങളില്ല, ഏഴര ശനി, കണ്ടകശനി അങ്ങനത്തുള്ള യാതൊരു കുഴപ്പങ്ങളൊന്നുമില്ല. അങ്ങനത്തെ ഇരുന്ന ഈ പരിസ്ഥിതിയിൽ വ്യാഴം മിഥുനം രാശിയിൽ നിന്ന് കർക്കിടകം രാശിയിലേക്ക് മാറുകയാണ്. അപ്പോൾ 3-ാം ഭാവത്തേക്ക് വ്യാഴം വന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. തുടർന്ന് 4-ലേക്കും പോകുന്നുണ്ട്. 2002 ജൂൺ 2 വ്യാഴം മിഥുനത്തിൽ നിന്ന് കർക്കിടകത്തിലേക്കും അവിടെ നിന്ന് 10-ാം മാസത്തോടെ 2026 10-ാം മാസത്തോടെ കർക്കിടകത്തിൽ നിന്നും ചിങ്ങൻ രാശിയിലേക്കും അവിടെ കുറച്ചു കാലം നിന്നതിന് ശേഷം 2026 ജനുവരി അവസാനത്തോടെ വീണ്ടും കർക്കിടകത്തിലേക്ക് തന്നെ വ്യാഴം വരികയാണ്. അപ്പോൾ രോഹിണി നക്ഷത്രക്കാർക്ക് 3-ാം ഭാഗത്തും 4-ാം ഭാഗത്തുമായിട്ടാണ് വ്യാഴത്തിൻ്റെ പ്രത്യേകത. 3-ലേക്ക് വ്യാഴം വന്നാൽ എന്താണ് സംഭവിക്കുന്നത്? 3-ലേക്ക് വ്യാഴം 3, 6 ഭാഗങ്ങളിലേക്കൊക്കെ വ്യാഴം, ശുക്രൻ ഇത്യാദി ഗ്രഹങ്ങൾ വരുമ്പോൾ പ്രധാനമായിട്ട് കലഹ സ്വഭാവം കാണിക്കുക, സഹപ്രവർത്തകർ, സഹോദരന്മാർ, സമൂഹത്തിലുള്ള മറ്റ് ആൾക്കാർ, അങ്ങനെയുള്ള എല്ലാ ആൾക്കാരുടെ അടുത്തും വിരോധത്തിനും വൈരാഗ്യത്തിനും ഒക്കെ ഇടവരിക എന്നുള്ളതാണ്. 3-ാം ഭാഗം എന്ന് വെച്ചാൽ എന്താണ്? വിക്രമം, വീര്യം, സാഹോദര്യം. സ്വന്തം ബുദ്ധി അനുസരിക്കുക, ബുദ്ധിക്കൊക്കെ ഉണർവ് വരുന്നു. അതേമാതിരി സ്വന്തം വീര്യത്വം, വിക്രമവും വീര്യവും അതിൻ്റെ അർത്ഥമൊക്കെ തന്നെയാണ്. എതിരെ നേരിടാനുള്ള കഴിവ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് വീരത്വം. പക്ഷെ അവിടെയൊക്കെ വരുന്നൊരു കുഴപ്പം എന്നാന്ന് വെച്ചാൽ ശത്രുതാഭാവം നിലനിൽക്കും. 3-ലേക്ക് വ്യാഴം വരുമ്പോൾ സഹോദരന്മാർ ശത്രുക്കളായിരിക്കും. സഹോദര സ്ഥാനത്തുള്ള ആൾക്കാരായിട്ട് ശത്രുത വരുത്തും, സഹപ്രവർത്തകരായിട്ട് ശത്രുത വരുത്തും. അതുപോലെ സമൂഹത്തിൽ ഉയർന്ന സ്ഥാനങ്ങളിലൊക്കെ വിരാജിക്കുന്ന രോഹിണി നക്ഷത്രക്കാർക്ക് പ്രത്യേകിച്ച് ചില പേരുദോഷങ്ങൾ, അപമാനങ്ങൾ ഇതൊക്കെ വരും. പിന്നെ വ്യാഴത്തിൻ്റെ പ്രത്യേകത എന്താണ്? വ്യാഴം സമ്പത്തിൻ്റെ കാരകനാണ്, സന്താനങ്ങളുടെ കാരകനാണ്, ഐശ്വര്യത്തിൻ്റെ കാരകനാണ്, ദൈവത്തിൻ്റെ കാരകനാണ്, തൻ്റെ മേലുദ്യോഗസ്ഥന്മാരുടെ കാരകനാണ്. ഉയർന്ന സർവ്വതിൻ്റെയും കാരകത്വം വ്യാഴത്തിനുണ്ട്. അപ്പോൾ എന്ത് പറ്റും? അതുപോലെ തന്നെ മക്കളായിട്ട് വളരെ നന്നായിട്ടൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന മക്കൾ മുഖേന വിഷമിക്കാൻ ഇടവരിക, മക്കളെ ഉപദേശിക്കുമ്പോൾ അവരത് തെറ്റായിട്ട് കണക്കാക്കുക, മക്കൾക്ക് പരീക്ഷയിൽ തോൽവി സംഭവിക്കുക, കിട്ടുന്ന വിചാരിച്ചിരുന്ന ജോലികൾ കിട്ടാതെ വരിക, തീരുമാനിച്ചുറപ്പിച്ചിരുന്ന വിവാഹങ്ങൾക്ക് പോലും തടസ്സം ഉണ്ടാവുക, വളരെ നന്നായിട്ട് പോയിക്കൊണ്ടിരുന്നതായിട്ടുള്ള മക്കളും പിതാക്കന്മാരും അല്ലെങ്കിൽ മാതാപിതാക്കളുമായിട്ടുള്ള ആ കണ്ടീഷനുകളിലെല്ലാം മക്കൾ മൂലം ദുഃഖിക്കേണ്ട ഇടവരിക. ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം ഈ 3-ൽ വ്യാഴം നിൽക്കുമ്പോൾ പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ വെച്ചാൽ 3-ൽ വ്യാഴം നിൽക്കുന്ന സമയത്ത് പൊതുവെ ശത്രുത തോന്നുക. 3-ലെ വ്യാഴം മുറവിളി കൂട്ടും എന്നാണ് ശാസ്ത്രം. 3-ലെ വ്യാഴം മുറവിളി കൂട്ടും. എപ്പോഴാണ് ഈ മുറവിളി കൂട്ടുന്നത്? അത്രമേൽ വിഷമമായിട്ട്, അത് പ്രാസോപിച്ച് പറഞ്ഞു മാത്രമേ ഉള്ളൂ.
എന്ന് വെച്ചുകൊണ്ട് വലിയ കുഴപ്പമുണ്ടാവുമോ എന്ന് ചോദിച്ചാൽ ഒരു ചെറിയ അനുഗ്രഹമുണ്ട്. എന്നാന്ന് വെച്ചാൽ വ്യാഴം മാറുന്നത് ഉച്ചരാശിയിലേക്കാണ്. വ്യാഴം ഒരു വർഷം കൊണ്ടാണ് ഒരു രാശി പിന്നിടുന്നത്. അങ്ങനെ 12 രാശികളെ പിന്നിടുന്ന കാലമാണ് ഒരു വ്യാഴവട്ട കാലം എന്ന് പറയുന്നത്. 12 വർഷം വേണം വ്യാഴത്തിന് സൂര്യനെ ഒരു പ്രാവശ്യം വരം വെച്ച് വരുവാൻ. അങ്ങനെ വരം വെച്ച് വരുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട രാശിയാണ് കർക്കിടക രാശി. വ്യാഴത്തിൻ്റെ ഉച്ചരാശിയാണ്. ഉച്ചരാശിയായിട്ടുള്ള കർക്കിടകത്തിൽ വ്യാഴം നിൽക്കുമ്പോഴാണ് സ്വാഭാവികമായിട്ട് ഭൂമിയിലെ ചരാചര വസ്തുക്കൾക്കെല്ലാം ദൈവാനുഗ്രഹവും അതേമാതിരി വ്യാഴത്തിൻ്റെ ഏറ്റവും കൂടുതൽ പവറും ഉണ്ടാവുന്നത്. അതുകൊണ്ടാണ് ഉച്ചരാശി എന്നുള്ള കണ്ടീഷൻ. അതുകൊണ്ട് 3-ൽ വ്യാഴം നിൽക്കുകയാണെങ്കിലും വ്യാഴത്തിൻ്റെതായിട്ട് ബലത്തിൽ കുറവ് വരുമ്പോഴാണ് ഗ്രഹങ്ങളുടെ ഉപദ്രവം ഉണ്ടാവുന്നത്. വലിയ ബലത്തിലൊന്നും കുറവ് ഇല്ല. എങ്കിൽ പോലും രോഹിണി നക്ഷത്രക്കാർ തെല്ലൊന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ്. വ്യാഴപ്രീതികരമായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യണം. അങ്ങനെ വ്യാഴം 2026 ജൂൺ 2-ാം തീയതി കർക്കിടകത്തിലേക്ക് രാശി മാറുകയും അവിടുന്ന് 10-ാം മാസം ചിങ്ങത്തിലേക്ക് പോവുകയും 2027 ജനുവരി അവസാനത്തിൽ വീണ്ടും കർക്കിടകത്തിലേക്ക് വരികയും ചെയ്യും. അപ്പോൾ 2026 10-ാം മാസത്തിന് ശേഷം കർക്കിടകത്തിലേക്ക് ചിങ്ങത്തിലേക്ക് വ്യാഴസ്ഥിതി മാറുമ്പോൾ ഇടവം, മിഥുനം, കർക്കിടകം, അത് കഴിഞ്ഞ ശേഷം ചിങ്ങത്തിലേക്ക് മാറും. 4-ാം ഭാവത്തേക്ക് വ്യാഴം മാറും. 4-ാം ഭാവത്തേക്ക് വ്യാഴം മാറുമ്പോഴോ ഈ 3-ൽ നിന്നതിൻ്റെ പേരിലുണ്ടായിട്ടുള്ള പല പല കാര്യങ്ങൾക്ക് സമാധാനം ഉണ്ടാവുകയും മുടങ്ങിക്കിടന്ന വല്ല പെരപണിയോ അതുപോലുള്ള കാര്യങ്ങളൊക്കെ ശരിയാവുക, പുതിയ വാഹനങ്ങൾ വാങ്ങിക്കാനായിട്ട് ഇടവരിക, വീടുകൾ വാടകയ്ക്ക് കൊടുത്തും അതുപോലെയൊക്കെയുള്ള രീതിയിലുള്ള എന്തെങ്കിലും തർക്കങ്ങളോ പ്രശ്നങ്ങളോ ഒക്കെ തീരുക, അതിൽ നിന്നൊക്കെ ലാഭം ഉണ്ടാവുക, മാതൃസ്വത്ത് ലഭിക്കാൻ ഇടവരിക, അമ്മയുടെ അനുഗ്രഹങ്ങൾ ലഭിക്കാൻ ഇടവരിക, ധർമ്മദൈവ ക്ഷേത്രങ്ങളിലൊക്കെ പോയി തൊഴുവാൻ സാധിക്കുക. ധർമ്മദൈവ ക്ഷേത്ര പുനരുദ്ധാരണം പോലുള്ള കാര്യങ്ങളെല്ലാം അതിൻ്റെയൊക്കെ നേതൃത്വം ഒന്നും കൊടുക്കാനില്ല. അത്രമാത്രം ഒരു ഭാഗ്യതിരിയിൽ അതിനോടൊക്കെ സഹകരിക്കുക. ഒത്തിരി നാളായിരുന്നു ധർമ്മദൈവത്തിനെയൊക്കെ തൊഴിലെന്നൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. അവർക്ക് അങ്ങനത്തെ സ്ഥലത്ത് വരികയും മൊത്തത്തിലുള്ള കാര്യങ്ങൾക്കെല്ലാം നല്ലത് വരികയും ചെയ്യും. 4-ലെ വ്യാഴം വന്നു കഴിയുമ്പോൾ മാതൃസ്വത്ത് ലഭിക്കുക, മാതാവിൻ്റെ അനുഗ്രഹം കിട്ടുക, കുടുംബക്ഷേത്രങ്ങൾ പണിയാനും അങ്ങനത്തുള്ള കാര്യത്തിലൊക്കെ പങ്കെടുക്കാനും സാധിക്കുക, കുടുംബക്ഷേത്രങ്ങളിൽ പോയി തൊഴുവാൻ സാധിക്കുക, അങ്ങനെയുള്ള പല പല കാര്യങ്ങളും ഉണ്ടാവും. അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ രോഹിണി നക്ഷത്രക്കാർക്ക് ഈ വർഷത്തിൻ്റെ ആദ്യവും അവസാനവും മോശവും മധ്യത്തിൽ കുറച്ചൊക്കെ ഗുണകരവുമായിരിക്കും. അപ്പം ഇങ്ങനെയൊക്കെ പല ജ്യോതിഷന്മാരും പറഞ്ഞു. ഇനിയിപ്പോൾ അതിന് പരിഹാരമൊന്നുമില്ലേ? പരിഹാരമുണ്ട്. ഈശ്വരൻ്റെ കാരകത്വം വ്യാഴത്തിനുണ്ട്. സർവേശ്വര കാരകനാണ് വ്യാഴം. അതിൻ്റെ പേരിൽ ക്ഷേത്ര ദർശനം, വിഷ്ണു സഹസ്രനാമം ജപം, ഭഗവത്ഗീത, വിഷ്ണു സഹസ്രനാമം ഇത്യാദി കാര്യങ്ങളൊക്കെ ജപിക്കുക. എവിടെയെങ്കിലുമൊക്കെ സപ്താഹം യജ്ഞമൊക്കെ നടക്കുന്ന സ്ഥലത്ത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ കുറച്ച് നേരം ഇരുന്ന് പ്രഭാഷണമൊക്കെ കേൾക്കുക. അവിടെ നിന്ന് പൂജാതി നേദ്യങ്ങളൊക്കെ ഭക്ഷിക്കാൻ ഇടവരിക. പ്രസാദ വീട്ടിലൊക്കെ പങ്കെടുക്കുക, കുടുംബസമേതം പങ്കെടുക്കുക. ഏതെങ്കിലും ഒരു സമയത്ത് വളരെ മനസ്സ് തുറന്ന് നാരായണ നാരായണ ജപിക്കാൻ ഇടവരിക. ഒരു 20 മിനിറ്റ് നേരമെങ്കിലും ഒരു ദിവസം എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് സ്വസ്ഥമായിട്ടിട്ട് നട്ടെല്ലൊക്കെ നീർത്തി വെച്ച് കഴുത്തും തടിയൊന്നും ഇടക്കാതെ ഒരു ധ്യാന മൂടിലിരുന്ന് നാരായണ ജപിക്കുക. ഇനി ഇങ്ങനെ എന്നൊന്നും ഇല്ലെങ്കിലും വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിൽ പോലും, വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പോലും നാരായണനെ വിളിക്കാം. ഈ മന്ത്രം ജപിക്കുന്നത് അത്ര വലിയ ശുദ്ധമൊന്നും വേണ്ടെന്നാണ് ശാസ്ത്രം. നാരായണനെ ആർക്കും വിളിക്കാം. അങ്ങനെ വിഷ്ണു പ്രീതികരങ്ങളായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. വിഷ്ണു പ്രീതികരങ്ങളായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഏറ്റവും എളുപ്പമുള്ളതും വളരെ ശക്തിമത്തവുമായിട്ടൊരു വഴിപാട് പറഞ്ഞു തരാം. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വ്യാഴാഴ്ച ദിവസങ്ങളിൽ വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളക്ക്, തുളസിമാല, ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി, പാൽപ്പായസ നേദ്യം ഇവ നടത്തുക. വ്യാഴത്തിൻ്റെ സംഖ്യ 3 എന്നുള്ളതാണ്. വ്യാഴത്തിൻ്റെ മന്ത്രം ഓം എന്നുള്ളതാണ്. അപ്പോൾ വ്യാഴപ്രീതിക്ക് വേണ്ടി കൃഷ്ണൻ്റെ അല്ലെങ്കിൽ വിഷ്ണുവിൻ്റെ ക്ഷേത്രത്തിൽ വ്യാഴാഴ്ചകൾ നടത്തുന്ന കർമ്മങ്ങൾ 3 പ്രാവശ്യമെങ്കിലും പൂർണ്ണമായിട്ടുള്ള വഴിപാട് ഈ പറഞ്ഞ കാര്യം ചെയ്യണം. അതിനുശേഷമുള്ള കാര്യങ്ങളിലോ നമുക്ക് ജോലിക്ക് പോകണം, നമുക്ക് പുഷ്പാഞ്ജലി കഴിക്കാനോ അല്ലെങ്കിൽ പായസം മേടിക്കാനോ ഒക്കെ സാധിക്കില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എത്രയെങ്കിലുമൊക്കെ സമയം കണ്ടെത്തി കൃഷ്ണൻ്റെ അമ്പലത്തിൽ പോയി വ്യാഴാഴ്ച തൊഴുത് ഒരു നെയ്വിളക്കും വെച്ച്
ചില സ്ഥലങ്ങളിലൊക്കെ സ്വന്തമായിട്ട് കൈ കൊണ്ട് കത്തിച്ചു കൊടുക്കാം. അതിന് വേറെ പൂജാരി ആരെ ആശ്രയിക്കണ്ട. സ്വന്തമായിട്ടുള്ള കൈ കൊണ്ട് ഒരു നെയ്വിളക്ക് വെച്ച് തൊഴുത് ഹരേ നാരായണ ഹരേ നാരായണ എന്ന് ജപിക്കുക. നീ ഹരേ നാരായണ എന്ന് ജപിച്ചിട്ട് ഈ നാരായണ എൻ്റെ ഗുരുവായൂരപ്പ എന്ന് ജപിച്ചാലും മതി. അതുമാതിരി അവസരമൊക്കെ കിട്ടുകയാണെങ്കിൽ ഗുരുവായൂരോ തിരുപ്പതിയിലോ അതുപോലെയുള്ള ലോക പ്രശസ്തങ്ങളായിട്ടുള്ള വൈഷ്ണവാലയങ്ങളാണ്, അതുപോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി തൊഴുകണം, നല്ലതാണ്. വ്യാഴാഴ്ചകളിൽ പ്രത്യേകിച്ച് മഞ്ഞ അല്ലെങ്കിൽ മഞ്ഞയുടെ ഉപനിറങ്ങളായിട്ടുള്ള ക്രീം പോലുള്ള കളറുകളൊക്കെ ധരിക്കുക. ചന്ദനം, കളഭം അതുപോലുള്ള സാധനങ്ങളൊക്കെ കുറി തൊട്ടുന്നതും ഇതൊക്കെ നല്ലതാണ്. അവർ പഠിപ്പിച്ച സാറന്മാർ, ഗുരുക്കന്മാർ, അങ്ങനത്തെ ഉള്ള ആൾക്കാരെയൊക്കെ കാണുമ്പോൾ അവരെ ആദരിക്കുകയും, അത് ജാതി മതമൊന്നുമില്ല, ബ്രാഹ്മണന് പ്രത്യേകിച്ചൊന്നുമില്ല, ഏത് വിഭാഗത്തിൽപ്പെട്ടാണെങ്കിലും ബ്രാഹ്മണത എല്ലാ ജാതിയിലും ഉണ്ട്. അവന്മാരിയുള്ള ആൾക്കാരെ വന്ദിക്കുകയും മനഃപ്രശ്നങ്ങൾക്ക് ഗുരുപദേശങ്ങളെ സ്വീകരിക്കുക. ഈ പറഞ്ഞ സമയങ്ങളിലൊക്കെ എന്തെങ്കിലും കുഴപ്പമൊക്കെ ഉണ്ട്, അതും വ്യാഴത്തിൻ്റെ ശരിയായിട്ടുള്ള പൂജ തന്നെയാണ്. അറിയാവുന്ന ആൾക്കാരെ ഇന്ന് അഭിപ്രായമൊക്കെ ചോദിച്ച് മക്കളോടും അതുമാതിരി സുഹൃത്തുക്കളോടും ഇവരോടൊക്കെ കുറച്ചൊക്കെ വിട്ടുവീഴ്ച ചെയ്ത് അവരെ നന്നാക്കാൻ വേണ്ടി പറയുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവർക്ക് മനസ്സിലാവില്ല എന്നുണ്ടെങ്കിൽ അവരെ അതിൻ്റെ അനുസരിച്ച് തന്നെ പറഞ്ഞ് മനസ്സിലാക്കാനും ഒക്കെ ആയിട്ടിരിക്കുകയും സർവോപരി ക്ഷമ നിലനിർത്തിക്കൊണ്ട് പോവുകയും ചെയ്യുക. അപ്പോൾ എല്ലാ രോഹിണി നക്ഷത്രക്കാർക്കും വളരെ ശോഭനമായ ഭാവി ഉണ്ടാവട്ടെ, ഈ വർഷം വളരെ നന്നാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ പ്രഭാഷണം തൽക്കാലം ചുരുക്കുകയാണ്.